ഹലോ, അമയാസ് കറിവേപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടൊരു മീനച്ചാർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കെങ്ങനെയാണ് നല്ലൊരു മീനച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കേരമീനാണ്. നമുക്ക് നല്ല ഉറപ്പുള്ള, അതായത് കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ എല്ലാ മീനും കൊണ്ടും എല്ലാവരും അച്ചാറിടുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കേരമീനാണ്. ഇനി നമുക്കിതൊന്ന് മസാല പുരട്ടിയൊന്ന് വെക്കാം. ഇതിലേക്കൊരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ മറ്റേ പാണ്ടിമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വരെ മതിയാകും. ഞാനൊരു 1.5 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത്രയും മീന് പിടിക്കാൻ പരുവമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ഇടല്ല, നമ്മൾ പിന്നെ ഉപ്പിടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഈ മീനകത്തൊന്ന് പിടിക്കുന്നത്രയും കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കും. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടെടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് സ്പൂണും കൊണ്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ മീൻ അരച്ച് വരട്ടുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് വെക്കുക. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതായത് ഈ മസാലയെല്ലാം ഈ മീനകത്ത് പിടിക്കുന്ന രീതിയിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്ക് മീനച്ചാർ തയ്യാറാക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വലിയ 3 കുടം വെളുത്തുള്ളി എടുക്കണം. അഥവാ ചെറുതാണെന്നുണ്ടെങ്കിൽ 4 കുടം നമുക്കെടുക്കാം. ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന നല്ല വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് ഞാൻ 3 കുടം എടുത്തിരിക്കുന്നത്. ഇഞ്ചി കൂടിപ്പോകരുത്. ഇഞ്ചി ഇതുപോലത്തെ 3 കഷ്ണമാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത്. ഇഞ്ചി കുറവും വെളുത്തുള്ളി വേണം കൂടുതലും എടുക്കാൻ. ഓക്കെ, ഇനി ഇത് പൊളിച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ മീനെല്ലാം അരച്ച് പുരട്ടി വെച്ചിരിക്കുന്ന മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരുപാട് നാൾ നമുക്ക് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ, പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ അച്ചാറിടുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിപ്പോൾ ഇത് കുറച്ച് വീട്ടിലേക്ക് ആവശ്യത്തിനായതുകൊണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഇപ്പോൾ ഇത് 1 കിലോ അല്ലേ, നമ്മൾ എടുക്കുന്ന പാത്രം പോലെ ഇരിക്കും. എല്ലാം കൂടെ കൂട്ടി പിടിച്ച് പോകുന്ന രീതിയിൽ മീനിട്ട് കൊടുക്കരുത്. കുറച്ച് മീനിട്ട് കൊടുത്ത് വറുത്തെടുക്കുക. അതിപ്പോൾ 1 കിലോ ആയതുകൊണ്ട് 2-3 ബാച്ചായിട്ടെങ്കിലും ചിലത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ വറുത്ത് കൊടുക്കേണ്ടി വരും. ഈ മീൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മീനെല്ലാം മൂക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനിപ്പോൾ നന്നായിട്ടിത് മൂക്കണം. ഒരുപാടങ്ങ് മൂത്ത് പോവുകയല്ല, മൂക്കാതിരിക്കുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് കട്ടി കൂടി പോവുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിലിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ ഇത് ഇളക്കാൻ നിൽക്കരുത്. നമ്മൾ ആ പുരട്ടി വെച്ച മസാലയെല്ലാം ഇതിനകത്തു നിന്ന് എണ്ണയിലേക്ക് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം മീനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നമ്മളായിട്ട് ഒരു ബാച്ച് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ ഈ ഒരു പരുവത്തിനെ മീൻ നമുക്ക് മൂപ്പിച്ചെടുക്കാവൂ. ഇതിൽ കൂടുതൽ ഇനി ഹാർഡായി പോവുകയും ചെയ്യരുത്, ഇതിൽ കുറവ് മൂപ്പാകുകയും ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മളിനിയും ചെയ്യുമ്പോൾ ഒന്നിലും നമുക്ക് വെള്ളമയം എടുക്കരുത്. നമ്മളിത് പെട്ടെന്ന് പൂത്തു പോകും. മീനോടായതുകൊണ്ട് ശകലം പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് അടുത്ത മീനുകളും എല്ലാം ഇതേപോലെ വറുത്ത് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീനച്ചാർ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ചീനിച്ചട്ടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉരുളിയോ നമുക്കെടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ, നമ്മൾ ആ മീൻ വറുത്ത എണ്ണയില്ലേ, അതിൽ നിന്ന് കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ഇപ്പം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു പരുവമായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. വലിയ 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ
ഒരു 3-3.5 വരെ, 3.5 ഇടണ്ട, 3 സ്പൂണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കായപ്പൊടി. ഇനി ഈ 4 പൊടികളും കൂടി നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കുക. പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പുമെല്ലാം ഈ മസാലയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയും മീനും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചെറിയ തീയിലിട്ട് വേണം, തീ കൂട്ടി വെക്കരുത്. എല്ലാം കോട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3/4 ഗ്ലാസ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും കൂടി കൂട്ടിയിരുന്നതൊക്കെ ചെറിയ തീ തന്നെ വെച്ചാൽ മതി. ഒരുപാട് വിനാഗിരി തിളക്കരുത്. ആ വിനാഗിരിയുടെ പച്ചക്കുത്തുന്ന് മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമുക്ക് ഒരുപാട് ചാറ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരിയുടെ അളവ് കൂട്ടിക്കൊടുക്കുക. മീനച്ചാറെന്ന് പറയുമ്പോൾ ഇച്ചിരി പെരണ്ടിരിക്കുന്ന ഒരു ഐറ്റം അല്ലേ, അതുകൊണ്ട് ഒരുപാട് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണ്ട. ആവശ്യത്തിനുള്ള നമ്മുടെ അടുത്ത മീനിൻ്റെ അനുസരിച്ച് പരുവത്തിനുള്ള ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ആ വിനാഗിരിക്കകത്ത് കിടന്ന് ഒന്ന് ചൂടായി വരട്ടെ. വിനാഗിരിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ചൂടായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് വിനാഗിരി എല്ലാം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ മീനച്ചാർ ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും മീനച്ചാർ വേണോ ഇച്ചിരി? ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. ഈ റെസിപ്പിയെ പറ്റി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വരുന്നതിന് മുന്നേ താങ്ക് യു.